മഹാബലിയുടെ ദർപ്പം ഇല്ലാതാക്കുന്നതിനും ദേവേന്ദ്രനെ മിഥ്യാഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഭഗവാൻ കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായി വാമനനായി അവതരിച്ചത്. ഒരു ബ്രാഹ്മണ ബാലനായിട്ടാണ് മഹാബലിയുടെ യാഗശാലയിൽ ഭഗവാൻ എത്തുന്നത്. അവിടെ വെച്ച് 3 അടി മണ്ണ് ഭിക്ഷയായി യാചിക്കുന്നു. മഹാബലി അതിനുള്ള അനുമതി നൽകിയപ്പോഴാണ് ബ്രാഹ്മണകുമാരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമായി വളർന്നത്. അങ്ങനെ ആദ്യത്തെ അടി വയ്ക്കുന്നതിനായിട്ട് ആ പാദം ഉയർത്തിയപ്പോൾ അത് ബ്രഹ്മലോകത്തിലാണ് എത്തിയത്. അവിടെ വെച്ച് ബ്രഹ്മാവ് ഭഗവാന്റെ കാലുകളെ കഴുകിച്ചു. ഭഗവാന്റെ പാദനഖങ്ങളെ തഴുകി വന്ന ആ ജലം പുണ്യനദിയായി മാറി. 3 അടി മണ്ണ് ഭിക്ഷയായി ആവശ്യപ്പെടുന്നത് ഒരു ബ്രാഹ്മണകുമാരനാണല്ലോ, ഒരു ബാലനാണല്ലോ എന്ന് കരുതി മഹാബലി അതിനുള്ള അനുമതി കൊടുത്തപ്പോൾ തൻ്റെ അത്ഭുതകരമായ രൂപത്തിൽ വളർന്ന് 2 അടി കൊണ്ട് തന്നെ പ്രപഞ്ചം മുഴുവൻ അളന്നെടുത്തുവല്ലോ ഭഗവാനെ.